അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറ ബഖറ 220 ആയത്തിൻ്റെ പകുതി വെച്ചിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലാഹു യഅലമുൽ മുഫ്സിദ മിനൽ മുസ്ലിഹ് വലൗ ശാഅ അല്ലാഹു ലഅനതകും ഇന്നല്ലാഹ അസീസുൻ ഹകീം. വലാ തൻകിഹുൽ മുശ്രികാതി ഹത്താ യുഅ്മിൻ. വല്ലാഹു യഅലമുൽ മുഫ്സിദ്. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അവ്വാ എന്നുള്ള നാമത്തിൻ്റെ മുന്നേയുള്ള അക്ഷരത്തിന് ഫത്തഹയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവ്വാ എന്നുള്ള നാമത്തിലെ ലാമിനെ നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. വല്ലാഹു യഅലമുൽ മുഫ്സിദ്. ഐൻ കൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരാനും ശ്രദ്ധിക്കുക. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. ലാം കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഫാക്കും നമ്മൾ ഹാഫ് സുക്കൂന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മുഫ്സിദ നോതരുത്. മുഫ്സിദ മുഫ്സിദ മിനൽ മുസ്ലിഹ് അതുപോലെ ഓതുക കേട്ടോ. ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ പെട്ടതാണ്. മഖ്റജ് വരുന്നത് നമ്മുടെ മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് വെറ്റായ ഭാഗത്ത് വെച്ചിട്ട് ഉച്ചരിക്കുക കേട്ടോ. ലാം കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. സ്വാദ് ഇസ്തിഅലാഇൻ്റെയും ഇത്ബാക്കിൻ്റെയും ലെറ്ററാണ്. നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്രീം ചെയ്യും വേണം. കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് നമ്മൾ ഹാഫ് സുക്കൂന് കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കുക. മുസ്ലിഹ എന്നുതരുത്. മിനൽ മുസ്ലിഹ് അതുപോലെ ഓതുക കേട്ടോ. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമ് വന്നിട്ടുണ്ട്. വഖഫ് വസ്ലും നമുക്ക് അവിടെ അനുവദനീയമാണ്. അപ്പോൾ നമ്മളവിടെ വഖഫ് ചെയ്യുന്ന സമയത്ത് ഹാക്ക് സുക്കൂന് കൊടുക്കുമ്പോൾ ഹാഫ് സുക്കൂന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. മീനൽ മുസ്ലിഹ് അതുപോലെ വഖഫ് ചെയ്യാം. വലൗ ശാഅ അല്ലാഹ് വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. പല്ലിനെ ചുണ്ടിൽ തട്ടിക്കാതെ നോക്കുക കേട്ടോ. ഷീനിൻ്റെ കൂടെ മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെയാണ് ഹംസ വന്നിട്ടുള്ളത്. മദ് വാജിബ് മുത്തസിലാണ്. 4 5 കൗണ്ട് നിർബന്ധമായിട്ടും നീട്ടിക്കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അവ്വാ എന്നുള്ള നാമത്തിൻ്റെ മുന്നേയുള്ള അക്ഷരത്തിന് ഫത്തഹയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവ്വാ എന്നുള്ള നാമത്തിലെ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. ലഅനതകും ഹംസയെ ക്ലിയർ ആക്കി കൊടുക്കുക കേട്ടോ. അയനിൻ്റെ സൗണ്ട് തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരാനും ശ്രദ്ധിക്കുക. ഹംസയുടെ സൗണ്ടായി പോകരുത്. രണ്ടും ഹംസയായിട്ട് ഉച്ചരിക്കരുത്. ലഅനതകും നോതരുത്. അയനിൻ്റെ സൗണ്ട് ക്ലിയർ ആക്കി കൊടുക്കുക കേട്ടോ. ലഅനതകും ത ലൈറ്റാണ്. ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമ് വന്നിട്ടുണ്ട്. വഖഫും വസ്ലും നമുക്കിവിടെ അനുവദനീയമാണ്. ഇനി വഖഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മീമിന് ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് ഉച്ചരിക്കുക. വഖഫ് ചെയ്യുക. ഇന്നല്ലാഹ് നൂനിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. അഖ്മൽ ഉന്നനാണ്. നന്നായിട്ട് മണിച്ചു കൊടുക്കുക. നൂനിനും മീമിനും ശ്രദ്ധ കണ്ടാൽ നമ്മൾ കൂടുതലായിട്ട് മണിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അവ്വാ എന്നുള്ള നാമത്തിൻ്റെ മുന്നേയുള്ള അക്ഷരത്തിന് ഫത്തഹയാണ്. അതുകൊണ്ട് അവ്വാ എന്നുള്ള നാമത്തിൽ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. അസീസുൻ ഹകീം. അയനിൻ്റെ സൗണ്ട് തൊണ്ടയുടെ മധ്യഭാഗത്തു തന്നെ കൊണ്ടുവരിക. വസത്തുൽ ഹൽക്കിൽ നിന്നും കൊണ്ടുവരിക. അതുപോലെ ഹംസയുടെ സൗണ്ടായി പോവാതെ ശ്രദ്ധിക്കുകയും ചെയ്യുക കേട്ടോ. സായുടെ കൂടെ അലിഫ് മദ് വന്നു. സായുടെ കൂടെ യാമദ്ദാണ് വന്നിട്ടുള്ളത്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. അസീസുൻ ഹകീം. സായുടെ സൗണ്ടിന് അസ് എന്നുള്ളൊരു സൗണ്ട് ഉണ്ടല്ലോ, തേനീച്ചയുടെ മുളൽ പോലെയുള്ള സൗണ്ട്, അതാണ് കൊടുക്കേണ്ടത് കേട്ടോ. അസീസുൻ ഹകീം. സായ്ക്ക് വൊമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ ബൊമ്മ തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇവ്ഹാറിൻ്റെ ലെറ്ററായിട്ടുള്ള ഹ വന്നിട്ടുണ്ട്. അപ്പോൾ തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിച്ചിട്ട് മണിക്കാതെ ഓതുക കേട്ടോ. അസീസുൻ വ്യക്തമായിട്ട് കേൾപ്പിക്കണം. അസീസുൻ ഹക്കീം മണിച്ചിട്ട് ഓതരുത്. അസീസുൻ ഹക്കീം. ഹ അക്ഷരത്തിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കി കൊടുക്കുക കേട്ടോ. ഇനി അവസാനത്തിൽ വഖഫ് ചെയ്യുമ്പോൾ മദ് ആൽ സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2 4 6 കൗണ്ട് വീതം നീട്ടിയിട്ട് വഖഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
വലാ തൻകിഹു. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. പല്ലിനെ ചുണ്ടിൽ തട്ടിക്കാതെ നോക്കുക. ലാമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. തൻകിഹു. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാൻ്റെ ലെറ്റർ ആയിട്ടുള്ള കാഫ് വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. തെൻകിഹു നോതരുത്. നൂനിൻ്റെ സൗണ്ടിനെ ഒന്ന് ഹൈഡ് ചെയ്യുകയും ചെയ്യുക, അതോടൊപ്പം തന്നെ മണിക്കും ചെയ്യുക കേട്ടോ. തൻകിഹുൽ മുശ്രികാത്ത്. ഇവിടെ ഹ സൗണ്ടിനെ വ്യക്തമാക്കി കൊടുക്കുക. തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് കൊണ്ടുവരിക. വൗമദ് കൂടെ വന്നിട്ടുണ്ട്. ആ മദ്ദിനെ നമ്മൾ കൂട്ടി ഓതുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഹംദത്തുൽ വസ്ൽ വന്നിട്ടുണ്ട്, അപ്പോൾ മദ്ദിനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു അലിഫ് മദിൻ്റെ മുകളിൽ ഒരു സുക്കൂന് പോലെ കാണുന്നുണ്ടല്ലോ. ഇത് ഈ അക്ഷരം നമ്മൾ റസ്മിൽ മാത്രം കാണുന്നതാണ് കേട്ടോ. ഇതിന് ഹർഫു സായിദയാണെന്നാണ് പറയുക. ഒഴിവാക്കേണ്ട ഹർഫാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ അതിനെയും പ്രൊനൗൺസ് ചെയ്യേണ്ട. കൂട്ടി ഓതുന്ന സമയത്ത് ഹംദത്തുൽ വസ്ലിനെയും നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം മദ്ദിനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. തൻകിഹുൽ മുശ്രികാത്ത്. ഷീൻ കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. റോക്ക് കെസ്റയാണ്, അപ്പോൾ അതുകൊണ്ട് രീ എന്നുള്ള സൗണ്ട് കൊടുത്തിട്ട് ഉച്ചരിക്കാം. മുശ്രിക്കാത്തി നോതരുത് കേട്ടോ. മുശ്രിക്കാത്തി മുശ്രിക്കാത്തി. അതുപോലെ റോ ലൈറ്റ് ആക്കിയിട്ട് കൊടുക്കുക. കാഫിൻ്റെ കൂടെ അലിഫ് സഗീറ വന്നു, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. കാഫ് ഒന്ന് കുറച്ചൊന്ന് ചെരിച്ചിട്ട് ഉച്ചരിക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് തന്നെ കൊണ്ടുവരിക. ഹ എന്നുള്ള സൗണ്ട് കൊടുക്കുക കേട്ടോ. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടായി പോവരുത്. അഖസൽ ഹൽക്കൽ നിന്നും പുറപ്പെടുന്ന ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ, അതായി പോവാതെ നോക്കുക. തൊണ്ടയുടെ അവസാനത്തെ ഭാഗത്തു നിന്ന് വരുന്ന ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ട് ഹ എന്നുള്ള അക്ഷരത്തിന് കൊടുക്കരുത്. 2 അക്ഷരങ്ങളുടെയും സൗണ്ടിലുള്ള വ്യത്യാസം നമ്മുടെ പാരായണത്തിലും കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. ഹംസ കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമാണ് വന്നിട്ടുള്ളത്. വഖഫും വസ്ലും നമുക്കവിടെ അനുവദനീയമാണ്. ഇനി വഖഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നൂനിന് സുക്കൂന് കൊടുക്കുമല്ലോ, അപ്പോൾ നൂൻ കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മിന്ന് എന്ന് പറഞ്ഞിട്ട് വഖഫ് ചെയ്യുമ്പോൾ ഫുൾ സുക്കൂനിൻ്റെ സൗണ്ട് അവിടെ കൊടുക്കരുത്. മിൻ. അതുപോലെ അവിടെ ശ്രദ്ധ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ശ്രദ്ധൻ്റെ ഒരു ഫീൽ അവിടെ വരും വേണം. നമ്മൾ ഹാഫ് സുക്കൂന് കൊടുക്കാനും പാടില്ല, അല്ല ഫുൾ സുക്കൂന് കൊടുക്കാനും പാടില്ല. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. മിൻ. അതുപോലെയാണ് വഖഫ് ചെയ്യേണ്ടത്. മിന്ന് എന്ന് പറഞ്ഞിട്ട് വഖഫ് ചെയ്യരുത്. വലാ തൻകിഹുൽ മുശ്രികാത്തി ഹത്താ യുമിൻ. അതുപോലെ വഖഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.